പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 10ാം ക്ലാസ്, +2 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും മറ്റു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട്. അതുപോലെ തന്നെ 45 വയസ്സ്, 50 വയസ്സ് തുടങ്ങിയ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും ഇതിലുണ്ട്. നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ നോക്കാം. ആദ്യത്തേത് അക്കൗണ്ടന്റ് തസ്തികയിലുള്ള ഒഴിവാണ്. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം അരീക്കോട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന SVEP പദ്ധതിയിലേക്കാണ് അക്കൗണ്ടന്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കരാർ നിയമനം നടത്തുന്നത്. അരീക്കോട് ബ്ലോക്കിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ BCom വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ടാലിയിലുള്ള അറിവും ഉണ്ടായിരിക്കണം. യുവതികൾക്കും മലയാളം DTP അറിയുന്നവർക്കും അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയവുമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. പ്രായപരിധി 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും സഹിതം അരീക്കോട് ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDS ഓഫീസിൽ നേരിട്ട് എത്തിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഫെബ്രുവരി 18 വൈകിട്ട് 5 മണി വരെയാണ്. അടുത്തത് സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കാണ് BCCPN കോഴ്സ് പാസ്സായിട്ടുള്ളവരെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. ഇന്റർവ്യൂ നടക്കുന്ന തീയതി 2026 ഫെബ്രുവരി 17 രാവിലെ 11 മണിക്കാണ്. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ഒഴിവുകളാണ്. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, മാനന്തവാടി, പനമരം, കുഞ്ഞോം, തവിഞ്ഞാൽ, കാട്ടിക്കുളം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലെ സഹായി കേന്ദ്രങ്ങളിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത്. +2 യോഗ്യതയുള്ള ഇംഗ്ലീഷ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ്, ഡാറ്റ എൻട്രി, ഇന്റർനെറ്റ് എന്നിവയിൽ പരിജ്ഞാനമുള്ള പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മാനന്തവാടി താലൂക്കിൽ സ്ഥിരതാമസക്കാരുമായിരിക്കണം. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ എന്നിവയുമായി 2026 ഫെബ്രുവരി 17 രാവിലെ 10 മണിക്ക് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് അക്കൗണ്ടന്റ് തസ്തികയാണ്. കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ സംസ്ഥാന ഓഫീസിലാണ് അക്കൗണ്ടന്റ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദവും ടാലി സോഫ്റ്റ്വെയറിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൊമേഴ്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഉള്ള മാസ്റ്റർ ബിരുദവും സർക്കാർ അർദ്ധ സർക്കാർ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം 2026 ഫെബ്രുവരി 25 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ലൈഫ് മിഷൻ സംസ്ഥാന ഓഫീസിൽ നേരിട്ടോ ലൈഫ് മിഷൻ kerala@gmail.com എന്ന ഇമെയിൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളാണ്. മേട്രൺ, മെസ് മാനേജർ, ആർട്ട് മാസ്റ്റർ, കൗൺസിലർ, മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്സ്, സയൻസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള ടീച്ചർ എന്നിങ്ങനെ വിവിധ തസ്തികകളിലേക്കാണ് സൈനിക് സ്കൂളിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇതിൽ മേട്രൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവുമാണ്. മെസ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ കാറ്ററിംഗ് മേഖലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെസ് അക്കൗണ്ട് പരിപാലനം അറിഞ്ഞിരിക്കണം. താൽപ്പര്യമുള്ളവർ 2026 ഫെബ്രുവരി 18 മുമ്പായി ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. തുടർന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ദ പ്രിൻസിപ്പൽ, സൈനിക് സ്കൂൾ, കഴക്കൂട്ടം, ട്രിവാൻഡ്രം 695585 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി നിയമനമാണ്.
പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന ട്രെയിനിംഗ് ഫോർ കരിയർ എക്സലൻസ് പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രൊഫഷണൽ മേഖലകളിൽ ഇന്റേൺഷിപ്പ് നൽകുന്നതിന്റെ ഭാഗമായാണ് മാനേജ്മെന്റ് ട്രെയിനി പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രതിമാസം 20,000 രൂപയാണ് ഓണറേറിയം. ആകെ 30 ഒഴിവുകളാണുള്ളത്. പരിശീലന കാലാവധി 1 വർഷമാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി 1 വർഷം കൂടി ദീർഘിപ്പിക്കാനും സാധ്യതയുണ്ട്. PSC അംഗീകൃത MBA ആണ് വിദ്യാഭ്യാസ യോഗ്യത. വനിതകൾക്ക് 50% നിയമനവും പട്ടികജാതിയിലെ അതിദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണനയും നൽകുന്നതാണ്. പ്രായപരിധി 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2026 ഫെബ്രുവരി 21-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള വിലാസം: പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റ്, നന്ദാവനം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 695033. കൂടുതൽ വിവരങ്ങൾക്ക് sc.directorate@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യുക. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കേരള PSC, SSC, ബാങ്ക് എക്സാം തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.